താടി വെക്കൽ സുന്നത്താണ്. ഉദാഹരണമായി താടി വെക്കൽ സുന്നത്താണ്. താടി വടിക്കൽ തഹരീമിന്റെ കറാഹത്തുമാണ്, ഹറാമിന്റെ വിധിയാണ്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ വിധിയാണ്. അപ്പൊ ഹറാമാന്ന് പറഞ്ഞുകൂടാന്നുള്ളൂ, ഏതായാലും ഹറാമിന്റെ ഒരു അഞ്ചനായിട്ട് വരും. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഒരാൾ 70 വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിൽ 20 വയസ്സ് അങ്ങോട്ട് വിട്ടാളി, ബാക്കി 50 കൊല്ലത്തോളം അവൻ ഈ ഹറാമ് ചെയ്ത ആളാണ്. ഇങ്ങനെ നിങ്ങൾ ആലോചിക്കണ്ടേ, ഇങ്ങനെ നമ്മൾ ആലോചിക്കണ്ടേ. 50 കൊല്ലമായിട്ട് ഞാൻ ഈ തെറ്റിങ്ങനെ ചെയ്തുകൊണ്ട് പോരുകയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ മഹ്ശറയിൽ ഉമ്മത്തീങ്ങളെ തിരിച്ച് അറിയാനുള്ള ഒരു അടയാളം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, 2 കൈയും കാലുമൊക്കെ വുളൂ ചെയ്യുമ്പോ നമ്മൾ കുറച്ച് കയറ്റി കഴുകണം, ഒന്ന് ഉഷാറാക്കി ആ മുട്ടിന്റെ അവിടെ നിന്ന് കഴുകണം, കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി കഴുകണം. അത് സുന്നത്താണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, കൈകാലുകൾ വെളുത്തവരായിട്ട് നാളെ മഹ്ശറയിൽ ഇങ്ങനെ കൈകാലുകൾ വെളുത്ത ആളുകളായിട്ട് ഇങ്ങനെ കാണുമ്പോ മുത്തുനബിക്ക് മനസ്സിലായി ഇത് നമ്മളെ ടീമാണ്. നമ്മളെ ടീമോ അല്ലാത്ത ടീമോലും വേർതിരിച്ചറിയണല്ലോ. ആ വേർതിരിച്ചറിയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിൽ വെച്ചുകൊണ്ട് ഖുർറം മുഅജ്ജിലീൻ, കൈകാലുകൾ വെളുത്തവരായിട്ട് നാളെ തിരിച്ചറിയും. അതിനെ കൈകാലുകളൊക്കെ ഒന്ന് കയറ്റി കഴുകുക ആണോ ഒരു സുന്നത്താ. അപ്പൊ അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് അൽഹംദുലില്ലാഹ്, ഒരു താടി, വലിയ താടി ഒന്നും വെക്കണ്ട, ഒരു ചെറിയ ഒരു താടി, ഹറാമിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ചെറിയ താടി വെച്ചാൽ മതി. വലിയ താടി എന്ന് വെച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ചികിത്സ തുടങ്ങാനും ഔലിയാകാനൊന്നും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു താടി. അപ്പൊ താടിയെ കുറിച്ച് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നാണ് അൽഹംദുലില്ലാഹ് താടി വെക്കുക. അപ്പൊ മുത്തുനബിനോട് ഇഷ്ടമാണെങ്കിൽ ആ താടി വെക്കണം. ഭാര്യയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഭാര്യയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഭാര്യയുടെ ഉമിനീര് നമുക്ക് തേനാണ്. ഭാര്യയുടെ ഉമിനീര് നമുക്ക് തേനാണ്. സ്നേഹം ഉണ്ടാവുമ്പോ ഭാര്യയും ഭർത്താവും ഒന്ന് പിണങ്ങിയാലോ ആ ഉമിനീര് കാഞ്ഞിരക്കാഴിയുടെ കയ്പ് വരും. ഞങ്ങട്ടെ താഴത്തേക്ക് കയ്പുണ്ടെങ്കിൽ ആകും കൂട്ടാ. ഏറ്റവും കൂടുതൽ കയ്പുള്ള സാധനം ഏതുണ്ടോ, സുബ്ഹാനല്ലാഹ്, അതായിരിക്കും ഭാര്യയോട് പിണങ്ങിയാൽ. അപ്പൊ സ്നേഹം ഉണ്ടാകുമ്പോ ഒരു വിഷയമില്ല. നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവാണ് ഭാര്യയോട് നല്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മാറ്റി തിരുവനന്തപുരം ടൗണിൽ പോകാൻ വേണ്ടി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല ഇൻഷേർട്ടൊക്കെ ചെയ്ത് നല്ല ഉഷാറായി നല്ല മട്ടത്തിൽ ഇങ്ങനെ ഒരുങ്ങി ഭാര്യയോട് സലാം പറഞ്ഞ് പുറത്തിറങ്ങൽ സുന്നത്താണ്. ഭാര്യയോടും ഉമ്മയോടും പറഞ്ഞ് സുന്നത്താണ്. ഭാര്യയോടും ഉമ്മയോടും പറഞ്ഞ് സലാം പറഞ്ഞ് ഇറങ്ങണം. നമ്മൾ ചിലപ്പം ഭാര്യനോട് സലാം പറഞ്ഞാൽ ചിലപ്പോ ഉമ്മാക്ക് പ്രശ്നക്കാരം. ഓനിപ്പോ ഓന്റെ പെണ്ണുങ്ങളോട് സലാം പറയണ പണിയാ, ഒരു ഒലിപ്പിച്ചലേ അല്ലേ, ഭയങ്കര ഒലിപ്പിച്ചലാണ്. ഞാൻ 9 മാസവും 9 ദിവസവും ഗർഭത്തിലിരുന്ന് ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിച്ചതൊന്നും ആർക്കും ഓർമ്മയില്ല. കുഞ്ഞാപ്പൂന് ഓർമ്മയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ പിണങ്ങുന്ന കുറെ ഉമ്മമാരുണ്ട്. അതൊക്കെ നിർത്തണം, അതൊക്കെ നിർത്തണം. കുറെ ഉമ്മമാർ അങ്ങനെയുണ്ട്. വീട്ടിൽ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹങ്ങളില്ലാതിരിക്കാൻ കാരണം ഉമ്മയുടെയും ഉപ്പയുടെയും ഇടപെടലുകളാണ്. പ്രധാനമായും ഉമ്മമാര് തന്നെയാണ്. ഇന്നാൾ ഒരു സ്ഥലത്ത് ഒരു കേസ് മസ്ലഹത്തിന് വേണ്ടി എൻ്റെ അടുക്കലെത്തി. ആ മസ്ലഹത്തിനെത്തിയപ്പോ ആ മസ്ലഹത്തില് പറയുന്ന കാര്യം എന്താ, ഉസ്താദെ, എന്തായാലും ഭർത്താവിന്റെ ഉമ്മയെ തള്ള എന്ന് മാത്രമേ വിളിക്കുള്ളൂ. ആ ഉമ്മാനെ കുറിച്ച് മലപ്പുറത്ത് പറയുന്ന ഒരു മോശമായിട്ട് ഉപയോഗിക്കുകയാണ് തള്ളാൻ. തന്താൻ, തന്ത പറഞ്ഞ വാപ്പാനെ, തള്ള പറഞ്ഞാല് അതന്നെ. ഖബറിനെ കുറിച്ചും അങ്ങനെ പ്രയോഗമുണ്ട്. ഖബറിനെ കുറിച്ച് തള്ളക്കബറ്, പിള്ളക്കബറ് അറിയോ? തള്ളക്കബർ എന്ന് പറഞ്ഞാൽ വലിയ ഖബറിന്റെ ഉള്ളിൽ 2 കുഴി ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, കണ്ടിട്ടില്ലേ? ഒരു ഖബറിന്റെ ഒപ്പം ഒരു മയ്യത്തിന്റെ ഒപ്പം പോണ നല്ലതാണ്. ഒരു മയ്യത്തിന്റെ ഒപ്പം പോണ നല്ലതാ. തീരെ മയ്യത്തിന്റെ ഒപ്പം പോകാതെ ബാപ്പ മരിച്ചപ്പോ മാത്രം ബാപ്പന്റെ മയ്യത്തിനൊപ്പം പോയാൽ ഇവിടെ എന്തൊക്കെ കലാപരിപാടി നടക്കുന്നത് നമുക്കറിയില്ല.
എന്തൊക്കെ കലാപരിപാടിയാണ് നടക്കണമെന്ന് അറിയണമെങ്കിൽ നേരത്തെ ഒരിട്ടം പോകണം. അതുകൊണ്ട് വലിയ ഒരു കുഴിയുണ്ട്, ആ കുഴിയുടെ താഴെ വേറൊരു കുഴിയുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ഉണ്ട്. അതിനെന്താ ഇവിടെ പറയല്? അങ്ങനെ തന്നെയല്ലേ? ആ അങ്ങനെ തന്നെയാണ്. തള്ളക്കബറ്, പിള്ളക്കബറ്. മറ്റേ തീരത് പരിചയമില്ലെങ്കിൽ എന്താ നിങ്ങള് വല്ല അബദ്ധം. ഒന്നാളും ചങ്ങായി അങ്ങനെ ആദ്യമായിട്ട് വാപ്പന്റെ ഒപ്പം മയ്യത്തിന്റെ ഒപ്പം പോയത്. വാപ്പന്റെ ഒപ്പം മയ്യത്ത് പോയി. മയ്യത്തിനെ കബറിലേക്ക് ഇറക്കൽ എങ്ങനെയാ? ആ പിള്ളക്കബറിന്റെ രണ്ട് സൈഡിൽ ചവിട്ടി നിന്നിട്ട് തലഭാഗത്ത് ഒരാളും പിടിക്കും, കാൽഭാഗത്ത് ഒരാളും പിടിക്കും. എന്നിട്ട് പിന്നെ നടുക്ക് ഉണ്ടാവും. ആ കുഴി കുത്തുന്ന ആൾക്ക് ഇവിടെ എന്താ പറയല്? കബർ കുത്തുന്നാക്ക്, കബർ വയ്ക്കുന്ന ആള് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആ തെങ്ങുമ്മ കയറുന്നാക്കോ അതാ പേരും അറിയല്ലോ. തെങ്ങുമ്മ കയറുന്ന ആൾക്ക് തേങ്ങ പറിക്കുന്ന ആൾ, കവുങ്ങുമ്മ കയറുന്ന ആൾ കവുങ്ങ് പറുക. പിന്നെ കബർ കുത്തുന്ന ആളാണെങ്കിൽ കബർ കുത്തുന്ന ആള്. അങ്ങനെ ഈ കബർ കുഴിക്കുന്ന ഒരാള് ഇവിടെ നടുക്ക് നിൽക്കുക. അവിടെ നല്ല ബാലൻസ് ഉള്ള നിൽക്കണ്ടേ? ഓരോരുത്തർ തോർത്തുണ്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ആ തോർത്തുണ്ട് കൊണ്ട് വയറിന് ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ അങ്ങോട്ട് പിടിക്കല. ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കെട്ടാണ്ടാവുള്ളൂ. അല്ലാതെ എങ്ങനെ കരുതിയാൽ തെങ്ങനെ കെട്ടുന്ന കെട്ടൊന്നും ഉണ്ടാവില്ല. ഈ പുടുത്തം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങല. ഈ ഇറങ്ങണ ഇറക്കത്തിൽ സുബ്ഹാനല്ലാഹ് ഈ കെട്ടങ്ങട്ട് അയിഞ്ഞ് നടുക്കിലെ കെട്ടാണ് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? ഈ മയ്യത്ത് അങ്ങോട്ട് കബർക്ക് അങ്ങോട്ട് ചാടി. അപ്പൊ വാപ്പാനെ ഈ തന്തന്റെ മക്കൾ ഇങ്ങനെ ചുറ്റുവാൻ നിൽക്കുക. ഓല ആദ്യമായിട്ട് വരികയാണ്. ഈ കബർ എന്താന്ന് ഓൽക്ക് അറിയില്ല. അപ്പം ഈ ചെങ്ങായി ഇങ്ങോട്ട് ചൂടായി, മകനെ എന്താടാ ജിന്റെ വാപ്പാനെ കാട്ടണ കാരണം. പക്ഷെ ഈ കബർ കുത്തുന്ന ആള് നല്ല പ്രാക്ടീസ് ഉള്ള, ഒരുപാട് കാലത്തെ കുത്തി പരിചയമുള്ള ആളാ. ഇയാൾ ഇടുത്തേക്ക് പറഞ്ഞു, അന്റെ വാപ്പ സ്വർഗം കണ്ട് ചാടണീന് ഞാൻ എന്താ കാട്ടണ കാരണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ 5000 സാധാരണ കൂലി കൊടുക്കല്, അത് 10000 ആയി. കാരണം സ്വർഗത്തിക്കാണല്ലോ വെച്ചത്. ഈ അബദ്ധം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കബറിന്റെ ഒപ്പം പോയി വെക്കണ നല്ലതാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പരിപാടി, മരിച്ചാൽ എന്തൊക്കെ സംഗതി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ നല്ലതാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ഉമ്മ എപ്പോഴും ഈ സഹോദരി അമ്മായിമ്മയെ തള്ള എന്നാ വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, കേസ് നമുക്ക് മസ്ലഹത്താക്കാം. നീ തള്ളാന്ന് ഉപയോഗിക്കല്ല, അതൊരു വളരെ മോശപ്പെട്ട വാക്കല്ലേ. നമുക്ക് നല്ലൽക്ക് മുന്നോട്ട് കൊണ്ടാകാനുള്ള കാര്യം ആലോചിച്ചു. അല്ല ഉസ്താദെ, ഞാൻ തള്ളാന്ന് തന്നെ വിളിക്കുള്ളൂ. പിന്നെ ആവർത്തി ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച്, അല്ല എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ദേഷ്യം? നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയോട് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ദേഷ്യം? ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ ഉമ്മനോട് സ്നേഹം വേണ്ടേ? അതെ, ഒന്നുമല്ല. എൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ അമ്മായിമ്മന്റെ സമ്മതമാണ്. ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ നിങ്ങളാടെങ്കിലും പരിയിൽ അങ്ങനത്തെ വരണുണ്ടോ? മരുമക്കൾക്ക് വീട്ടിലുള്ള ഫ്രിഡ്ജ് തുറക്കിയിട്ട് ആപ്പിൾ എടുക്കണമെങ്കിൽ ആരെ സമ്മതമാണോ? വീട്ടിലുള്ള ഉമ്മന്റെ സമ്മതമാണ്. അപ്പൊ എനിക്ക് തോന്നി, ഇത് തള്ളാന്ന് വിളിച്ചാൽ പോരാ, കരിന്തള്ളാന്ന് വിളിച്ചണോ? അല്ല, ഇത് തള്ളമ്മ നിൽക്കണ കേസല്ലല്ലോ. ഇങ്ങനെ ചില ഉമ്മമാരുണ്ടാകും വീട്ടിൽ. പലപ്പോഴും ഈ ഒരു ഭർത്താവിന്റെയും ഭാര്യയും തമ്മിൽ സ്നേഹത്തിന് അകൽച്ച ഉണ്ടാക്കുന്നത് ആ വീട്ടിലുള്ള ഉമ്മമാരുടെ ഇടപെടലുകളാണ്. അവരൊന്നും മര്യാദയ്ക്ക് ഒരു കാറിൽ പോകാൻ പോലെ അയക്കൂല, ഒരു സൽക്കാരത്തിനൊപ്പം പോകാൻ അയക്കൂല. ഞാനും ഉണ്ട് എന്ന് വെയ്ത്താലെ കൂടും. ഇടക്കിടക്കൊക്കെ ഒന്ന് ഓല ഒറ്റക്ക് വിട്ടുകൊടുക്കണ്ടേ? ഒരു കല്യാണം കഴിഞ്ഞ പിറ്റേന്നില്ല സാറേ ഉമ്മ പറയുന്നത് ഞാനും ഉണ്ട് നിങ്ങളൊപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓൽക്ക് എന്തൊക്കെ വർത്താനം പറയണ്ടാവും. കുറേ സ്ഥലങ്ങളിൽ ടൂർ പോയി വന്ന ആളുകളല്ലേ. അതുകൊണ്ട് പല കാര്യങ്ങളൊക്കെ ഓൽക്ക് തമ്മിൽ ചർച്ച ചെയ്യാനുണ്ടാവും. ഇതിന് അവസരം കൊടുക്കാത്ത ഉപ്പമാരും ഉമ്മമാരും ആകാൻ പാടില്ല. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടപെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു അൻഹ വളരെ പ്രായമുണ്ട്. മുത്തുനബി വളരെ ചെറുപ്പക്കാരനാണ്, നല്ല ചുള്ളരാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ എന്നിട്ട് ഓൽക്ക് ഒരു പ്രശ്നമല്ല, നല്ല മട്ടാണ്. ഓലുണ്ടാളും നല്ല സ്നേഹമാണ്. ആ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ മുഴുവനും കൂടുമായിരുന്നു. ആളുകൾ കൂടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ടേ കൊടുക്കുമ്പോൾ പോകുമ്പോൾ ആ ഒരു അതിർപ്പം കാണാൻ വേണ്ടി ആളുകൾ കൂടും. ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോകാൻ. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ഉണ്ടാവും പാടത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ,
ഇല്ലെങ്കിൽ ടൗണിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവർക്ക് നല്ല ടിഫിൻ ബോക്സിൽ ഭക്ഷണവുമായി പോകുന്നു. ടൗണിലൂടെ നടന്ന് നട്ടുച്ച സമയത്ത് ഒരു ഉമ്മ ഇങ്ങനെ നടന്നു പോവുകയാണ്. ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ ഉച്ച സമയത്ത് ഒരു തൂക്കാപാത്രവും പിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഒരു അട്ടിപ്പാത്രം പിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന്റെ പൊതിയുമായി നിങ്ങൾ പോകുന്നു? എന്റെ ഭർത്താവ് രാവിലെ പോയതാണ്, എന്റെ ഭർത്താവ് രാവിലെ പോയതാണ്, ഇനി 3 മണിക്കേ ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അത് സ്നേഹമുള്ള ഭാര്യമാര് ഭർത്താക്കന്മാരോട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒരുപാട് കടമകളുണ്ട്. അത് നന്നായി ചെയ്യണം, എപ്പോഴും ചെയ്യണം. അത് സ്നേഹമുണ്ടാകുമ്പോഴാണ് ഉണ്ടാവുകയുള്ളൂ. എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ഞാൻ ഒരു സുന്നത്ത് പഠിപ്പിച്ചെന്നു, നമ്മൾ അൽഹംദുലില്ലാഹ് താടി എല്ലാവരും വെക്കണം. അപ്പൊ നാളെ മുതൽ തീരുമാനിക്കുക, ഈ താടി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പഠിക്കൂല. തീരുമാനം എടുത്തോ? കൈ പൊക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നും വെക്കണ്ട, വാട്സപ്പിൽ പൊക്കടാനി പൊക്കിയാൽ മതി. വാട്സപ്പിൽ പൊക്കടാനി പൊക്കിയാൽ മതി. അപ്പൊ എല്ലാവരും ഒരു സുന്നത്ത്, നമ്മളെ ഈ മീലാദ് അൽഹംദുലില്ലാഹ് പരിപാടി വിജയിച്ചു. ഒരു സുന്നത്ത് അൽഹംദുലില്ലാഹ് നമ്മളെ ജീവിതത്തിൽ വന്നാൽ അൽഹംദുലില്ലാഹ് അത് വിജയിച്ചു പോയി. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ ഇഷ്ടായി. ഓ നമ്മളാളാ, ഓ നമ്മളാള്. ചില ആളുകള് ചില തുണികൾ എടുക്കാൻ വീതിയുള്ള കരകൾ തെരഞ്ഞു നടക്കും. അതൊരു സിനിമാ നടന് ഏതോ ഒരു സിനിമയിൽ ഇട്ട തുണിയാണ്. അപ്പൊ ആ തുണി എടുക്കുമ്പോ അത് സിനിമാ നടനോട് നല്ല ഇഷ്ടമുണ്ടായതുകൊണ്ട്, മമ്മൂട്ടിനോട് നല്ല ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ മോഹൻലാലിനോട് നല്ല ഇഷ്ടമുണ്ട്. അത് രണ്ടാളെ പേര് എനിക്കറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരാൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ അവരോട് മഹബത്ത് ഉണ്ടായിട്ടാണ്. ചില ആളുകളുടെ താടികൾ കാണാൻ പല ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ റോഡിന്റെ മാതിരി ഉണ്ടാവും. ഇങ്ങോട്ട് പോരുന്ന റോഡിന്റെ മാതിരി ചില ആളുകളെ താടി ഉണ്ടാവും. അതെന്താ? അത് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് താരം അങ്ങനെയൊക്കെ താടി വെച്ചത്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ നല്ല ഉഷാർ വെച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു ഉസ്താദുമാരോട് പിന്തുടർന്നിട്ടായിരിക്കും. അപ്പൊ ഒരാളോട് സ്നേഹം ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താടിയെ പറ്റി പറഞ്ഞു, മീശ ചെറുതാക്കി വെട്ടണം. മീശ നന്നാക്കി ചെറുതാക്കണം, നല്ല മിഷീൻ വെച്ചിട്ട് ചെറുതാക്കണം. മീശ ഇറങ്ങി നിൽക്കുന്നത് ചുണ്ടിന്റെ ചുവപ്പ് കാണുന്നത് വരെ വെട്ടണം. ചുണ്ടിന്റെ ചുവപ്പ് കാണുന്നവരെ വെട്ടണം. ചില ആളുകൾ ഇതൊന്നും ഉണ്ടാവില്ല, നല്ലോണം ഇറങ്ങിക്കണം. ഓൽക്ക് പിന്നെ ഈ മുസമ്പിയൊക്കെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിപ്പന്റെ ആവശ്യം ഉണ്ടാവില്ല. ആക്കെ നമ്മളെ മീശ മക്കളുടെ സംവിധാനം ഉണ്ടാവും. അപ്പൊ വാരിനോട് പറഞ്ഞ് ഇപ്പൊ അരിപ്പെടുത്ത് കാണ്ട് അതൊന്നും എന്തിന്റെ ആവശ്യമില്ല, അരിക്കാൻ നിൽക്കണ്ട, അതിനൊക്കെ സംവിധാനമുള്ള മീശയാണ് ഞാൻ തയ്യാറ് ചെയ്തിട്ടുള്ളത്, അങ്ങോട്ട് എടുത്ത മുസമ്പി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നാളെ മുതൽ സുബ്ഹാനല്ലാഹ് 5 കൊണ്ടുവരേണ്ട പായസം പോലെ പായസം കൊടുക്കല്ലേ, അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, പെണ്ണെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി. അൽഹംദുലില്ലാഹ്, ഓലെ നമ്മളും കാണുന്നില്ല, ഓല് നമ്മളെയും കാണുന്നില്ല. അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, ഞാൻ വേറെ പറഞ്ഞോട്ടെ, ഇതുവരെ നിങ്ങൾക്ക് ഇത്രയും സമയം ഇനി കാപ്പി എടുക്കാല്ലേ. ഞാൻ വന്നപ്പോൾ കാപ്പി ഒന്നും മടപ്പം എല്ലാം നല്ല കാപ്പി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാപ്പി നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ, ഇടയ്ക്കോരോ കാപ്പി തരുന്നുണ്ട്. മനസ്സിലാണ്ട് ആ കാപ്പി മതി, നിങ്ങൾ ഉറങ്ങാക്കാം. ഞാൻ കാപ്പി മതി. ഇടയ്ക്ക് ഞാൻ ഓരോ കാപ്പി നിങ്ങൾ തരും, ഒരു ക്ലാസ് അത് നല്ല കാവേക്കാരോ തങ്ങളാ. അടങ്ങള് എന്റെ കറാമത്ത് മനസ്സിലായി നിങ്ങൾക്ക്? മൂത്ത് നോക്കിയാൽ പറയും അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി ആ മീശയെ കുറിച്ച് അപ്പൊ എല്ലാ ആളുകളും നാളെ മുതൽ ഇൻഷാ അല്ലാഹ് മീശയുടെ കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ എതിര് ചെയ്യുമ്പോൾ മുത്തുനബി തങ്ങൾ ഓർമ്മ വേണം. മുത്തുനബി തങ്ങൾ പറഞ്ഞില്ല ഇന്നലെ വടിച്ച് ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്യണം. ഒന്നിരിക്കും നിങ്ങൾക്ക് പടച്ചോണ്ടിരുന്ന കുറ്റം കിട്ടണം. കാരണം അറിവില്ലാതെ കുറ്റം ചെയ്യേണ്ട. അറിവില്ലാതെ നാളെ പടച്ചോൻ ചോദിക്കുക, എന്തേടെ ഇത് താടി അടിച്ച് പടച്ചോനെ ഇത്ര ഗൗരവമുള്ള വിഷയം എനിക്കറിയില്ല, ഇനി അതുകൊണ്ടാണ് ചെയ്ത്. അങ്ങനെ പറയണ്ട, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തോളൂ, പിന്നെ കുറ്റം കിട്ടിക്കോളൂല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഇനി നിങ്ങൾ നല്ലൽക്കായി ചെയ്താലോ സുബ്ഹാനല്ലാഹ്, അപ്പൊ 2 കൂലിയാണ്, എനിക്ക് കൂലിയുണ്ട്. അപ്പൊ അത് കക്ഷത്തിലുള്ള രോമത്തിനെ പറിക്കലാണ് സുന്നത്ത്. കക്ഷത്തിലുള്ള രോമത്തിനെ പറിക്കലാണ് സുന്നത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ ജീവിതത്തിൽ കൊണ്ടുവരലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത്. അതുകൊണ്ട് കക്ഷത്തിലുള്ള രോമത്തിനെ പറിക്കണം. അപ്പൊ പറിക്കും വേദന ആവൂല, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. സുബ്ഹാനല്ലാഹ്. ഇല്ലേ, ഇനി നിങ്ങൾ പറിക്കണില്ലെങ്കിൽ പാടില്ല, ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി. ചില ആളുകൾ സുബ്ഹാന ജല്ല ജലാലു ജീവിതത്തിൽ അത് മാറ്റിയിട്ടില്ല. എന്നിട്ടുണ്ടാവും ഈ ചോളത്തിന്റെ തലക്കലൊക്കെ കാണാൻ കുറച്ച് സാധനം വെളുത്ത ഇതേ മോഡലിങ്ങനെ നിൽക്കുന്നുണ്ടാവും.
ഇനി നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇന്ന് കണ്ണാടി കാട്ടിയിട്ട് വല്ല കൈ പൊന്തിച്ചു നോക്കുക, പെണ്ണുങ്ങൾ കാണരുത്. എന്തെങ്കിലും ഒന്നുമില്ല, ഒരു ചൊറിച്ചിൽ പറഞ്ഞാൽ മതി, ഒരു ചൊറിച്ചിൽ പറഞ്ഞാൽ മതി. സുബ്ഹാന ജല്ല ജലാൽ. ഈ മനുഷ്യന്മാരെന്താ ഈ മണൊക്കെ കേട്ട് സഹിച്ച് ഈ ഭാര്യമാര് നമ്മളൊപ്പം 7 കുട്ടികളായോളം നമ്മളൊപ്പം കൂടി. കാരണം രക്ഷല്ലോ, ഈ ചങ്ങായിന്റെ ഒപ്പം കൂടെല്ലാം എന്താ കാട്ടുന്നത്? സുബ്ഹാന ജല്ല ജലാലു. അത് തിരിച്ചാണെങ്കിലോ, അത് തിരിച്ചാണെങ്കിൽ നമ്മളെന്താ പറയാ, പൊയ്ക്കഴിഞ്ഞ അവിടെ മണത്തിന് വയ്യാൻ നിൽക്കാൻ. ആ മണം ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് തിരിച്ചു പറയാത്തത്? ഇവര് 2 തൊലാക്കുമാരാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ നിൽക്കണേ. ഈ 3ാമത്തെ തൊലാക്ക് ഇയാൾ ചൊല്ലുവോ എന്നൊരു പേടി വെക്കുന്നുണ്ട്. അറബി ഗൾഫിലുള്ള സഹോദരിമാരാണെങ്കിൽ അതൊന്നുമില്ല, അവര് മഹർ അങ്ങ് പറയാണ്. ഗൾഫിലാണെങ്കിൽ പെണ്ണുകൾ പറയും, മുഹമ്മദ് ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാൽ യാ മുഹമ്മദ് അനബ്ഹ വാഹിദ് സുബ്ബ, മഹറാണാ പറയുന്നത്. ഒരു ഫ്ലാറ്റ് വേണം. അനബ്ഹ വാഹിദ് ഖദ്ദാമ, എനിക്കൊരു വേലക്കാരത്തി വേണം. അനബ്ഹ വാഹിദ് സയ്യാറ വസവാഖ്, ഒരു ഡ്രൈവറും വേണം, ഒരു കാറും വേണം. സുബ്ഹാനല്ലാഹ്. ആ കോലത്തിലാണെങ്കിൽ ഞാനും നിങ്ങളും കെട്ടൂല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സഹോദരിമാര് ഭർത്താക്കന്മാര് പറയും, യാ മുഹമ്മദ് ജിബിലി മോയ വെള്ളം എടുത്താ മേപ്പോട്ട് നോക്കിക്കാതെ പുയ്യാപ്പിളിനോടെ. നമ്മളോടെങ്ങാനും മുഹമ്മദ് ഉച്ചരിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കി പിന്നെ അവിടെ നിന്ന് കാട്ടും നമ്മള്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല, നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് ആ സഹോദരിമാരോട് നിങ്ങൾ നല്ല നിലയിൽ നിൽക്കണം, പിണങ്ങി നിൽക്കരുത്. ഭാര്യയോട് പിണങ്ങി നിൽക്കരുത്. എപ്പോഴും ഭാര്യയോട് ചിരിക്കാം, നല്ല നിൽക്കുക. എത്ര പ്രായം നല്ലോണമുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെൽഫിയൊക്കെ എടുക്കുക. ചുരത്തുമ്മ പോയിട്ട് നല്ലൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളെ മകനും ഒരു മരുവനും ഉണ്ട്, എന്നും കച്ചറയൂല, ഓർക്ക് ഫോർവേഡ് ചെയ്യാം. നിങ്ങളുള്ള നേരത്തെ ഈ നല്ല ശബാബ് കാലത്ത് പുലിമാല് കൂടി കുത്തണോടി. ഞങ്ങൾ 80ാമത്തെ വയസ്സിലും ഇവിടെ നല്ല അടിച്ചു പൊളിച്ചാണ്. സുബ്ഹാന ജല്ല. ഇടക്കിടക്ക് ഭർത്താക്കന്മാരും ഭാര്യമാരും നല്ല പ്രായമുള്ള ആളുകൾ നല്ല ജിപ്സം വർക്കൊക്കെ ചെയ്ത് LED ബൾബൊക്കെ ഇട്ടിട്ട് മണിയറൊക്കെ ഒന്ന് ഉഷാറാക്കാം. എന്താ നിങ്ങൾക്ക് അഭിപ്രായം? ഇപ്പൊ ചിലർക്കൊക്കെ ഒരു ഉഷാറ് കൂടി, ഇപ്പൊ ചിലർക്ക് ഉഷാറ് തങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കാപ്പത്, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ജീവിക്കണം. ഉള്ളത് കുറച്ചാണെങ്കിൽ നല്ല ഉഷാർ, നല്ലൊരു AC ഒക്കെ വെച്ച് സുഖമായിട്ടൊരു ബ്ലാങ്കറ്റ് ഒക്കെ പൊച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങനെ. അല്ലെങ്കിൽ ഇനിയൊരു കൊറോണെങ്കിലും വന്നാൽ കഥ കഴിഞ്ഞ് ഇനി കൊടുക്കാൻ നോക്കിക്കണേ. അപ്പൊ അതുകൊണ്ട് കൊറോണ വന്നു കാണുന്ന മക്കൾ ഓരിക്കണതിന് മുമ്പ് കുറച്ചൊക്കെ അനുഭവിച്ച് മരിച്ചോളി. മക്കൾ ഓരൊക്കെ റെഡി ആയിക്കാണ്. ബാപ്പാക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സോസ് അങ്ങനെ ഇടക്ക് വരുന്നുണ്ട്, ഇടക്ക് പോകുന്നുണ്ട്. ഏട്ടനോട് പറയാ ഇടക്ക് വരുന്നുണ്ടടാ. അപ്പൊ മറ്റോന്റെ ചോദ്യം, ഇടക്ക് വരുന്നുണ്ടോ? മറ്റോ എന്താ ചെയ്യണം, നാളെ അങ്ങനെ തന്നെ മേമാക്ക പോയിട്ട് പിന്നീട് വന്നില്ലേനി എന്ന്. അപ്പൊ 3ാമത്തെ ആള് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പോകണ്ടല്ലേ, മുതലും കൂടി ഓരിച്ചിട്ട് പോകാം, വൃത്തിയായി. ഇത് നമ്മളെ മക്കള്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അൽഹംദുലില്ലാ സ്വയം അനുഭവിച്ച് മരിക്കണം. മലയാളികളാകുന്ന ആളുകൾ അനുഭവിക്കാതെ മരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണ്. ഗുഹ്യസ്ഥാനത്തിലുള്ള രോമത്തിനെ മാറ്റാത്ത ആളുകൾ 40 ദിവസത്തിന് അപ്പുറം മാറ്റാത്ത ആളുകളാണെങ്കിൽ ഓരോ ദുആ അല്ലാഹു കബൂലാക്കൂല. സുബ്ഹാനല്ലാഹ്. 40 ദിവസത്തോളം ഗുഹ്യസ്ഥാനത്തിലുള്ള രോമം നീക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ ദുആ അല്ലാഹു കബൂലാക്കൂല. അത്രയും കഠിനമാണ്. നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം.